ഹലോ കൂട്ടുകാരെ, എന്നൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ എൻ്റെ ഗപ്പിക്കുട്ടന്മാരെയാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത് കേട്ടോ. ഇന്ന് ഞാൻ വാഴക്കൂമ്പ് തോരനാണ് കാണിക്കുന്നത്. അതിനായി വാഴക്കൂമ്പെടുത്ത് ചെറുതായിട്ട് ഇതുപോലെ അരിയുക. എന്നിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മിയെടുക്കുക. അതിലേക്ക് ഉപ്പും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്യുക. എല്ലാം കൂടി നല്ല കൂട്ടി ഇളക്കി വെച്ച ശേഷം നമ്മളൊരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ 2-3 സ്പൂൺ ഒഴിച്ച് കടുക് ഇടുക. മൺചട്ടി ആയതുകൊണ്ട് തന്നെ കടുക് പൊട്ടാൻ കുറച്ച് സമയമെടുക്കും. മൺചട്ടിയിൽ വെക്കുന്ന കറിക്കാണ് സ്വാദ് കൂടുതലുണ്ടാവുക. കടുക് പൊട്ടിയ ശേഷം നമുക്കതിനകത്തേക്ക് ഈ വാഴക്കൂമ്പ് തോരന് വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇളക്കി കൊടുത്ത് അതിനകത്തേക്ക് നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 3-4 സ്പൂൺ വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. 3-4 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് കറി ഇവിടെ റെഡിയാകും. ഇപ്പം 15 മിനിറ്റായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കറി ഒന്ന് ഇളക്കിയെടുത്ത് മതി. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. കറി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നല്ലൊരു നാടൻ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ കൂട്ടുകാരെ.